നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ സിനിമയിലും സജീവമാവുകയാണ്. സീരിയലുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതോടെയാണ് നടി ശ്രദ്ധേയയാവുന്നത്. എന്നാൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ 2ാം സീസണിൽ മത്സരിച്ചതിനു ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയർന്നു. നടിയുടെ കുടുംബജീവിതത്തെപ്പറ്റിയൊക്കെ ഷോയിലൂടെയാണ് പുറംലോകം അറിയുന്നതും. ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബം ആയിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു. ഇതിനെപ്പറ്റി കൂടുതലായി വീണ തുറന്നു സംസാരിച്ചിരുന്നില്ല. എന്നാൽ നിയമപരമായി താനിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ലെന്ന് പറയുകയാണ് നടിയിപ്പോൾ. മലയാളം ഫിൽമി ബീറ്റ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. തൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല എന്നാണ് വീണ പറയുന്നത്. ഞങ്ങൾ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവുമായി പിരിയാൻ ഉണ്ടായ കാരണം ബിഗ് ബോസിൽ പോയതൊന്നുമല്ലെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. അതേസമയം തൻ്റെ പേരിലുണ്ടായ നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു. ബിഗ് ബോസിന് മുൻപും ശേഷവും ഒക്കെ ഇത്തരം കമൻറ്റുകൾ വരാറുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ അവർ വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോകും. ഞാൻ ചെയ്ത ഒരു ആക്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മാന്യമായ ഭാഷയിൽ പറയണം. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. അതല്ലാതെ വരുമ്പോഴാണ് നമുക്കും വിഷമമാകുന്നത്. എന്നാലിപ്പോൾ തനിക്ക് അങ്ങനെയൊരു കുഴപ്പമില്ല. ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ. പലതിനും തലയില്ലാതെ ആളുകളാണ് കമൻറ്റുകളുമായി വരുന്നത്. ഇത്തരം കമൻറ്റ് ഇടുന്നവർ സ്വന്തം ഐഡിയയിൽ നിന്ന് വരാറില്ല. പിന്നെ ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു, ഞാനെങ്ങനെ നടക്കുന്നു, അത് എൻ്റെ ഇഷ്ടം മാത്രമാണ്. ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും ആർക്കും എന്നെ വിമർശിക്കാം. പക്ഷേ സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രം വീണ പറയുന്നു. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭയങ്കരമായി ഡൗണായി പോയ സമയങ്ങൾ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ കരയേണ്ടതായിട്ടും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ ഒന്നും ബാധിക്കുന്നില്ല. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ബിഗ് ബോസിന് ശേഷം ഭയങ്കരമായ സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിൻ്റെ 6ാം സീസൺ കുറച്ചൊക്കെ കണ്ടിരുന്നു. ജാസ്മിൻ വിജയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ആ കുട്ടി അത്രയധികം സൈബർ ബുള്ളിങ് നേരിട്ടിരുന്നു. അകത്തും പുറത്തും എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും നല്ല രീതിയിൽ ഗെയിം കളിച്ചു. പുറത്തു വന്നാൽ ഇതൊക്കെ എങ്ങനെ ജാസ്മിൻ നേരിടുമെന്ന് കരുതിയില്ലെങ്കിലും അവളത് മറികടന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് ജാസ്മിൻ. അവൾ മിടുക്കിയാണ്. ഈ വർഷം ആൺകുട്ടി പെൺകുട്ടി എന്നില്ലാതെ സൈബർ ആക്രമണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇതൊരു ഷോ മാത്രമാണെന്ന് ആളുകൾ ചിന്തിക്കണമെന്നും താരം കുറിച്ചു.